ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. പക്ഷേ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റെസിപ്പീസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു സ്മൈലിയെങ്കിലും കമൻറ്റായിട്ട് ഇടണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വ്ളോഗ്സ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ ഈ ഒരു പുഡിങ് നമ്മളെ ക്യാരറ്റ് പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു 2 വർഷം മുന്നേ ഈ ഒരു പുഡിങ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിൽ മെയിനായിട്ട് നമ്മളെ അധികം പറയുന്ന കേൾക്കുക നമ്മളെ ഈ ഒരു ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പെരുത്ത് പോകുന്ന ആ ഒരു രീതി. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നും ആവില്ല കേട്ടോ. നല്ല അടിപൊളിയാണ്. നല്ല കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ആ ഒരു ടൈമിൽ ഞാൻ ഉണ്ടാക്കിയേരം കുറേ ആൾക്കാരെല്ലാം ഉണ്ടാക്കിയിട്ട് നല്ല ഫീഡ്ബാക്കെല്ലാം വന്നതാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഈ ഒരു പുഡിങ്. അപ്പോൾ പിന്നെ അത് ഡിലീറ്റായ ടൈമിലെല്ലാം ഇടയ്ക്കെല്ലാം ഓരോരോ ആൾക്കാരെല്ലാം ഇങ്ങനെ മെസ്സേജെല്ലാം ആക്കിയിട്ട് ചോദിക്കലുണ്ട് കേട്ടോ ആ ഒരു ക്യാരറ്റ് പുഡിങ് കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു പുഡിങ് ഒന്നും കൂടി ചെയ്യണമെന്ന്. കാരണം ക്യാരറ്റ് പുഡിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോമൺ ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മൾ എന്താ പറയുക ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ആരെങ്കിലും ഒരാളെങ്കിലും നമ്മൾ ക്യാരറ്റ് പുഡിങ് എന്തായാലും ഉണ്ടാക്കുന്ന ഒരു ഇതല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു വലിയൊരു ക്യാരറ്റും പിന്നെ ഒരു 2 ചെറിയ ക്യാരറ്റുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ചില ആൾക്കാരെല്ലാം എന്താ പറയുക ഈ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ പുഴുങ്ങിയിട്ട് ചേർക്കുമ്പോഴാണ് ആ ഒരു പെരുത്ത രീതിയിൽ വരുന്നത്. പക്ഷേ ഇത് പുഴുങ്ങിയിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പുഡിങ്ങും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ക്യാരറ്റ് കട്ടാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് അരഞ്ഞ് കിട്ടാനില്ല ആ ഒരു മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാരണം ഇത് നല്ല പോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം. കുറച്ച് ഹാർഡായിട്ടില്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പാല് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇത് നമ്മൾ ക്യാരറ്റ് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതാ ഞാനൊരു 2.5 കപ്പോളം മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനുണ്ടല്ലോ കൂടുതലായിട്ട് എല്ലാവരും മിൽക്ക് മെയ്ഡ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കൽ. പഞ്ചസാരനേക്കാളും മിൽക്ക് മെയ്ഡ് ചേർത്താലാണ് കുറച്ചും കൂടിയും ടേസ്റ്റ്. പക്ഷേ നമ്മളെ മിൽക്ക് മെയ്ഡിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ആക്കുമ്പോൾ കേട്ടോ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നൽ. അപ്പോൾ ഇനി ഇതാ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമ്മളെ ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ചൈന ഗ്രാസ് ഞാനിവിടെ ഒരു 15 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇതിൽ കുറച്ച് വെള്ളമൊന്ന് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ടാവും കേട്ടോ ഇതിലേക്ക്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സോക്കാകാനായിട്ട് വെക്കണം. കാരണം ഇതെല്ലാം അത്യാവശ്യം നല്ല കട്ടിയില്ലതായതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം റെഡി ആകുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിള വരുമ്പം തന്നെ അത് റെഡിയായി വരും. ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാം ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം തന്നെ ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിപ്പം അതിനുശേഷം ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ അരച്ചെടുത്തത്, അപ്പോൾ അത് ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ് കേട്ടോ ഈ ഒരു ടൈം. അതായത് നമ്മളെ പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം തന്നെ നമ്മൾ ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതായത് ഓവറായിട്ട് തിളച്ച് ഇതാകുമ്പം ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ആ ഒരു ടൈമിലെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനെയെല്ലാം ഇല്ല ചെറിയ ചെറിയ കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാരറ്റ് പുഡിങ് ഇങ്ങനെ പെരുത്ത പോലെ ആകുന്നത്. പക്ഷേ ജസ്റ്റ് പാലിങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു തിളക്കാനായിട്ടുള്ള ടൈമിൽ തന്നെ നമ്മളെ ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ക്യാരറ്റ് പച്ചയോടെ അരച്ചതല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടണം കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ക്യാരറ്റ് പുഡിങ്ങിൽ പ്രത്യേകിച്ച് മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടായാൽ. കാരണം ഈ ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത് പച്ചയായിട്ടുള്ള ഒരു ക്യാരറ്റ് അല്ലേ, അതിലൊട്ടും തന്നെ മധുരമോ കാര്യമൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ പിന്നെ മധുരം കുറച്ച് മുന്നിട്ടാലാണ് കേട്ടോ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടായാൽ. അപ്പോൾ ഇതാ ഈ ഒരു മിക്സ് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് ഞാൻ നമ്മളെ ഒരു ചൈന ഗ്രാസ് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പം തന്നെ നല്ല പോലെ മെൽറ്റായി വരും കേട്ടോ ഇത്.
അപ്പോൾ പിന്നെ നമുക്ക് ഈസിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാം പുഡിങ് നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ഉണ്ടാക്കാനും എന്താണ് സിമ്പിൾ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതൊന്ന് മെൽറ്റാക്കിയിട്ട് നമ്മൾ ഈ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അരിപ്പ വെച്ച് അരിച്ചിട്ട് വേണം കേട്ടോ നമ്മളെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ചൈന ഗ്രാസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു തെരുതെരിപ്പെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ക്യാരറ്റും നമ്മളിപ്പോൾ എത്ര അരച്ചാലും ചിലപ്പം അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരിച്ചു കൊടുത്തതാണ്. പക്ഷേ അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല ഒരു നമുക്ക് പുഡിങ് കഴിക്കുമ്പോൾ നല്ലൊരു ഇതായിട്ട് തോന്നണമെങ്കിൽ നമ്മൾ അരിപ്പ വെച്ച് അരിച്ചിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ആ ഒരു ബബിൾസും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി കൊടുക്കലാണ്. ഞാൻ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുമ്പോൾ തന്നെ അതിലുള്ള ആ ഒരു വേസ്റ്റും കാര്യങ്ങളെല്ലാം കണ്ട. അപ്പോൾ ഞാനിത് 2 ബൗളിലായിട്ടാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നേരെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഒന്ന് തണുത്ത് റെഡി ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അതിൽ നമുക്കിങ്ങനെ ഡെക്കറേഷൻ മാത്രമല്ല, നമുക്ക് ഈ ഒരു പുഡിങ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കുറച്ചും കൂടിയും കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മളെ തേങ്ങ ഉണ്ടല്ലോ. അപ്പോൾ തേങ്ങ മീൻസ് നമ്മളെ അധികം ഇങ്ങനെ ഉണങ്ങിയ ടൈപ്പ് തേങ്ങ എടുക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ചെറിയ ഒരു ഇളം തേങ്ങയില്ലേ, എന്താണ് കരിക്കുമല്ല എന്നാലും എന്താണ് ഓവറായിട്ടുള്ള തേങ്ങ, അങ്ങനത്തെ ആ ഒരു മീഡിയം ടൈപ്പിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താണ് വറുത്തെടുക്കലാണ്. അപ്പോൾ അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ. ആ ഒരു പഞ്ചസാരയും തേങ്ങയും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു പുഡിങ് കഴിക്കുന്ന ആൾക്ക് ഇതെന്താണെന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ടത് എന്ന് ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ. കാരണം ഇത് തേങ്ങയും പഞ്ചസാരയും കൂടി ഇല്ല, അതിങ്ങനെ റോസ്റ്റ് ആക്കിയോണ്ട് തന്നെ ഉണ്ടല്ലോ, നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല പോലെ പൊടിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് ഏത് പുഡിങ് എന്ത് ഡെസേർട്ട് ഐറ്റംസിലും നമ്മൾ ലാസ്റ്റ് ടൈം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് വേറി കൊടുത്താൽ ഇത് എന്താണെന്നൊന്നും മനസ്സിലാവില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കുമ്പോൾ. അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ ലെയറായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഏതും ഓവറായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. നമ്മളിങ്ങനെ പുഡിങ്ങിൽ എന്ത് ഐറ്റംസ് എല്ലാം ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡെക്കറേഷനും അതുപോലെ കഴിക്കുമ്പോൾ ടേസ്റ്റും കൂടി കിട്ടുന്ന ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പുഡിങ് ട്രേയിൽ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് തണുക്കണം കേട്ടോ. ഒരു 6 മണിക്കൂറെങ്കിലും ഈ ഒരു പുഡിങ് തണുത്ത് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ്. പ്രത്യേകിച്ച് ക്യാരറ്റ് പുഡിങ് കുറച്ച് നല്ലോണം തണുത്ത ഇലാണ് കേട്ടോ കഴിക്കേണ്ടത്. പിന്നെ ഇതിലുണ്ടല്ല ഞാനൊരു കാര്യം വിട്ടുപോയതല്ല, ഞാനങ്ങനെ കൂടുതലായിട്ട് ആ ഒരു വാനില എസൻസ് അങ്ങനെ ചേർത്ത് കൊടുക്കൽ കുറവാണ് കേട്ടോ. പക്ഷേ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ. ആ ഒരു വാനില എസൻസ് ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു സ്മെല്ല് ഒഴിവാക്കണം എന്നില്ലവർക്ക്. പക്ഷേ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ ആ ഒരു മിൽക്ക് മെയ്ഡെല്ലാം ചേർക്കുന്നതുകൊണ്ട് അതിലെല്ലാം ഓൾറെഡി വാനില എസൻസ് എല്ലാം ചേർത്തിട്ട് വരുന്നതാണ് മിൽക്ക് മെയ്ഡെല്ലാം. അപ്പോൾ വേണമെങ്കിൽ നമ്മളെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു പുഡിംഗ് ട്രേ ഉണ്ടല്ലോ, അപ്പോൾ അതിലും ഈ ഒരു രീതിയിലാണ് കേട്ടോ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ രണ്ടും നല്ല പോലെ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കി കഴിച്ചാലുണ്ടല്ലോ, ആക്കിയാൽ നമ്മളെ പുഡിങ് പെരുത്ത ആ ഒരു രീതിയൊന്നും വരില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് ആക്കുമ്പോൾ ഉണ്ടല്ലോ, മക്കൾസെല്ലാം സ്കൂളിൽ പോയ ആ ഒരു ടൈമിനാണ് കേട്ടോ ഞാൻ ഈ ഒരു പുഡിങ് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ വരുമ്പോഴത്തേക്കും ഇത് സെറ്റാക്കി വെക്കണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അതിൽ ഞാൻ ഒരു ട്രേയിൽ ആക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് മറ്റേത് ഞാൻ ജസ്റ്റ് ഫ്രീസറിൽ വെച്ചിട്ട് അവർക്കെല്ലാം കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും നല്ല തണുത്ത് നല്ല പാങ്ങുണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നേരെ ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എന്നാലും കുറച്ചും കൂടി തണുക്കണം, എന്നാലാണ് ടേസ്റ്റാണ്. പക്ഷേ അവർക്ക് ഇങ്ങനെ സമാധാനമില്ല ഇത് കണ്ടിട്ട് കഴിക്കാൻ. പ്രത്യേകിച്ച് മക്കൾസിന് ഇങ്ങനെ ഏത് മക്കളായാലും അവർക്ക് ഇങ്ങനത്തെ ഡെസേർട്ട് ഐറ്റംസ് എല്ലാം കാണുമ്പോൾ പ്രത്യേകിച്ചൊരു ഇൻട്രസ്റ്റും കൂടിയല്ലേ. അപ്പോൾ ഇത് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു പുഡിങ്.
പുഡിങ്. ക്യാരറ്റ് പുഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ പുഡിങ് ആണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ എല്ലാം പുഡിങ്ങെല്ലാം കുറച്ചും കൂടിയും ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇതങ്ങനെ തന്നെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു വ്ളോഗ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നുമില്ല, എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിന്. അപ്പം അതിന് പോയ ചെറിയ ചെറിയ ക്ലിപ്പിങ്സാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ ഒരു ഫങ്ഷന് പോയേരം ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായത്. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് വേറൊരു ഫങ്ഷന് പോയ ടൈമിലും ഞാൻ ഈ ഒരു ഡ്രസ്സ് തന്നെ ആയിരുന്നു കേട്ടോ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഇല്ല കേട്ടോ. ആ ഒരു നമ്മൾ ഡ്രസ്സെല്ലാം ആക്കിയത്. അപ്പം ഞാൻ എന്താ പറയുക, നമ്മളടുത്ത് തന്നെയാണ് കേട്ടോ ഫങ്ഷൻ ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ഒരു ഡ്രസ്സ് തന്നെ. പിന്നെ നമുക്കുണ്ടല്ലോ ഈ ചില ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഒരു ഡ്രസ്സ് കിട്ടിയാലുണ്ടല്ല അത് കുറേ നമ്മൾ അതന്നെ ഇടും. പക്ഷേ ഇപ്പം എന്നല്ല, എനിക്ക് ചില ഡ്രസ്സെല്ലാം നമ്മളിങ്ങനെ നോർമലി നമ്മൾ ഇടുന്ന ഡ്രസ്സെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ചിലത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ അതന്നെ ഇട്ടുകൊണ്ട് ഉള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഡ്രൈ വാഷ് ചെയ്യാനെല്ലാം കൊടുക്കാൻ കുറച്ച് പണിയല്ലേ. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനത്തെ കുറച്ച് ഇതായിട്ടുള്ള ഡ്രസ്സെല്ലാം ഡ്രൈ വാഷ് ചെയ്യാനാണ് കേട്ടോ കൊടുക്കൽ. അപ്പം അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ കളറെല്ലാം ഫെയ്ഡായി എന്തോ പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എപ്പോൾ നല്ല പുതിയതുപോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കൊടുക്കാനില്ല മടി കൊണ്ട് ഞാൻ എന്താക്കി, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ തണലത്തില്ലേ, ഓവർ വെയിലല്ല, ഇങ്ങനെ കുറച്ച് തണലത്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ എടുത്തിട്ട് മടക്കി വെക്കലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനൊരു 2-3 പ്രാവശ്യം യൂസ് ആക്കിയിട്ട് പിന്നെ ഞാൻ ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കലാണ് കേട്ടോ ഡ്രസ്സെല്ലാം. അല്ലാണ്ട് അപ്പം തന്നെ ഇട്ട് അപ്പം തന്നെ കഴുകിയിടുമൊന്നുമില്ല. പിന്നെ നമ്മൾ ഏത് ഫങ്ഷനും കുറച്ച് സമയമില്ലോ ആ ഒരു ഡ്രസ്സ് ഇടുന്നില്ല. പിന്നെ എല്ലായിടത്തും കൂടുതലും നമ്മൾ പോകുന്നിടത്തെല്ലാം കൂടുതലായിട്ട് AC കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ വലിങ്ങനെ അങ്ങനെ ഇതാവൊന്നും ചെയ്യില്ലല്ലോ ഡ്രസ്സിൽ. അങ്ങനെയിപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പോകാനായിട്ട് ഇറങ്ങലാണ്. അപ്പോൾ ഇത് നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫങ്ഷൻ ഉള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം ഉണ്ടല്ലോ അവിടെ വണ്ടി ഉണ്ടായിട്ടില്ല. വണ്ടി വേണമെന്നില്ല, കാര്യം നമ്മളിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നടന്നിട്ട് പോകേണ്ട ഒരു ദൂരേ ഇല്ല. പക്ഷേ ഈ ഒരു ഫങ്ഷൻ ഉള്ളത് ഒരു ഓഡിറ്റോറിയത്തിലാണ്. അപ്പം ഓഡിറ്റോറിയത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു എൻഗേജ്മെൻറ്റ് കൂടാൻ പോകുന്നത്. നമ്മളിങ്ങോട്ട് അങ്ങനെ ഓഡിറ്റോറിയത്തിലൊന്നും ഫങ്ഷനൊന്നും വെക്കലില്ല. പക്ഷേ ഇപ്പം നമ്മളിങ്ങോട്ടും ഓഡിറ്റോറിയത്തിലെല്ലാം അധികം ഫങ്ഷൻസ് എല്ലാം ആക്കാനെല്ലാം തുടങ്ങി കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഓഡിറ്റോറിയം ആകുമ്പോൾ ഉണ്ടല്ലോ നല്ല സുഖമാണ്. എന്താ പറയുക, പുറക്കിങ്ങനെ അലമ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഒരു റിക്ഷ വിളിച്ചിട്ട് അങ്ങനെ പോക്കാന്ന്. കാരണം ഈ ഒരു ടൈം നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ നടന്നിട്ട് പോകേണ്ട ദൂരമാണെങ്കിലും ഈ വെയിലത്ത് മക്കൾസിനെയും കൊണ്ട് പോലെ കുറച്ച് ടാസ്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മളിവിടെ എത്തി. പിന്നെ എല്ലാവരും വരുന്നതേ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം പ്രത്യേകിച്ച് നമ്മളെ ഫാത്തിമാനെ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫങ്ഷന് പുറത്ത് കൊണ്ടുപോയത്. ഞാനങ്ങനെ അടിയിൽ പോകൽ കുറവാണ്. എന്നാലും നമ്മളെ ഫാമിലിയായിട്ട് ഇങ്ങനെ നമ്മളെ പോലെ ഉണ്ടാവില്ല, അങ്ങനത്തെ അടുത്താണ് കേട്ടോ ഞാൻ ഓളെ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുപോകൽ. ഇല്ലെങ്കിൽ ഞാനിവിടെ ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് എവിടെയെങ്കിലും പോകൽ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വിചാരിച്ചു ഇവിടെ അടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫങ്ഷനോളെ കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക തരം ഒരു സ്വഭാവമായിരുന്നു കേട്ടോ ആൾക്ക്. കാരണം നമ്മളെ ഇരിക്കാനും വിടുന്നില്ല, നിൽക്കാനും വിടുന്നില്ല, ഒന്നിനും വിടുന്നില്ല, ആ ഒരു രീതിയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങനെ ഞാൻ കാര്യമായിട്ടുള്ളൊരു വീഡിയോസോ ഒന്നും തന്നെ എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു പോയാടായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫങ്ഷന് കൂടിയിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ പോയിട്ട് ഒന്നിനും ഒരു ഇതായിട്ടുണ്ടായിട്ടില്ല. കാര്യം ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനും ഉമ്മയും മാറി മാറി എടുത്തിട്ട് എങ്ങനെയല്ലോ ടൈം കഴിക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ്റെ കൂടുതൽ ഫോട്ടോസെല്ലാം ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പുഡിംഗ് റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ വ്ളോഗ്സ് എല്ലാം ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം.